നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ കുറ്റൂരിൽ മിന്നൽ ചുഴലി, വീടിന്റെ ട്രസ് പറന്നുപോയി. കയ്പമംഗലത്ത് വീടിന് മുകളിൽ തെങ്ങു വീണു. പൊന്നൂക്കര കേശവപ്പടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ അലങ്കാര വൈദ്യുതി വിളക്കുകൾ നിലംപൊത്തി. തൃശൂർ PSC ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വികസനത്തിന്റെ പേരിൽ ആരംഭിച്ച ഒല്ലൂർ ടൗൺ റോഡ് നവീകരണ പ്രവർത്തികൾ മാസങ്ങൾ പിന്നിട്ടിട്ടും എങ്ങും എത്തിയില്ല. ദുരിതത്തിലായി യാത്രക്കാരും നാട്ടുകാരും. ഇറച്ചിക്കും മുട്ടയ്ക്കും വില കൂടിയതിനു പിന്നാലെ പച്ചക്കറികൾക്കും വില വർദ്ധിച്ചത് ജനത്തിന് ഇരുട്ടടിയായി. വിലവർദ്ധനവിന് കാരണം പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതുമൂലം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ കാലവർഷം ശക്തം. രാവിലെ മുതൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും സാമാന്യം ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. കനത്ത മഴയിൽ പൂമല ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ അധിക ജലം പുറത്തേക്ക് ഒഴുകുന്നു. മുളങ്ങുന്നത്തുകാവ്, കോലഴി പഞ്ചായത്തുകളിൽ ജില്ലാ ഭരണകൂടം ജാഗ്രത നിർദ്ദേശം നൽകി. തൃശൂർ ഉൾപ്പെടെ 6 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. കുറ്റൂരിൽ മിന്നൽ ചുഴലിയിൽ വീടിന്റെ ട്രസ് പറന്നുപോയി. തെങ്ങുകൾ കടപുഴകി. ആർക്കും പരിക്കില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കോലഴി പഞ്ചായത്തിലെ കുറ്റൂരിൽ തവളക്കുളം ഭാഗത്താണ്. ഇവിടെ ചിറ്റത്തുപറമ്പിൽ ഗോപാലൻ എന്ന ആളുടെ വീടിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇന്നലെ രാത്രി 10:45 കൂടി ഈ ഭാഗം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു മിന്നൽ ചുഴലി ഉണ്ടായി. വീടിൻ്റെ മുകളിലെ ട്രസ് മുഴുവൻ ഒറ്റയടിക്ക് പറന്ന് ഒരു ഏകദേശം 50 മീറ്ററോളം അപ്പുറത്ത് പറമ്പിൽ വീഴുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ 2 തെങ്ങുകൾ കടപുഴങ്ങുകയും ഒരു തെങ്ങിൻ്റെ തല മുറിഞ്ഞു വീഴുകയും ഉണ്ടായി. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഗോപാലൻ്റെ മകൻ അജീഷ് ഇവിടെയുണ്ട്. അജീഷിനോട് ചോദിക്കാം. ഇന്നലെ എപ്പോഴാണ് ഉണ്ടായത്? ഇന്നലെ ഒരു രാത്രി 10:45 കൂടിയിട്ടാണ് ഉണ്ടായത്. ഞങ്ങൾ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു TV-യിൽ. പെട്ടെന്ന് മഴ പെയ്തു. അതിൻ്റെ പിന്നാലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള കാറ്റ് വന്നു. ആകെ ഒരു സൗണ്ടോട് കൂടിയിട്ട് ആകെ പരിഭ്രാന്തിയായി. ഞങ്ങൾ കുട്ടികളൊക്കെ മുകളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ എനിക്ക് വന്നു. പിന്നെ നോക്കിയപ്പോൾ കാറ്റ് അത് പെട്ടെന്ന് തന്നെ നിൽക്കുകയും ചെയ്തു. പിന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആകെ വീടിൻ്റെ മുകളിലൊന്നും കാണാനില്ല. ഡ്രസ്സൊക്കെ അപ്പുറത്തെ പറമ്പിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ ഇതൊക്കെ മറിഞ്ഞു പോയി. സംഭവത്തിൽ വേറെ മൃഗങ്ങൾക്കോ നിങ്ങൾ വളർത്തു മൃഗങ്ങൾക്കോ ഒന്നും പരിക്കൊന്നുമില്ലല്ലോ? പരിക്കാർക്കും പറ്റിയിട്ടില്ല. മൃഗങ്ങൾക്കൊന്നും പരിക്ക് പറ്റിയിട്ടില്ല. ഏകദേശം എത്ര നഷ്ടം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? നഷ്ടം ഒരു 8 ലക്ഷത്തോളം രൂപ നഷ്ടം ഉണ്ടാവും. ഗോപാലയുടെ നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹം ആ സംഭവത്തെ പറ്റി പറയുന്നു. രാത്രി ഒരു 10:45 എന്നുള്ള നിലയ്ക്ക് കാറ്റ് വന്നു. പെട്ടെന്ന് ശബ്ദം ഉണ്ടായി. അത് കഴിഞ്ഞ് പെട്ടപ്പെട്ട എന്നുള്ള ശബ്ദം കേട്ടു. പിന്നെ അത് നിൽക്കുകയും ചെയ്തു പെട്ടെന്ന്. അപ്പോൾ പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഡ്രസ്സൊക്കെ പറന്നുപോയി. തേക്കിൻ്റെ ഒരു തല അടിച്ചുപോയി. തെങ്ങുകൾ നശിച്ചു. കോലഴി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് ഈ ശോഭ സിറ്റി പ്രദേശത്ത് പെട്ടെന്നുണ്ടായ ഒരു ചുഴലി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മേൽക്കൂര അപ്പാടെ തകർന്നു പോയിരിക്കുകയാണ്. ഈ സംഭവം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. മറ്റ് നാശനഷ്ടങ്ങളില്ലാത്തത് വളരെ ഭാഗ്യമായി പോയി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇനി വല്ല നഷ്ടപരിഹാരം അങ്ങനെ വല്ലതും കൊടുക്കാൻ നമുക്ക് വല്ല മാർഗങ്ങളുണ്ട്? അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും കൂടി ആലോചിച്ച് അതിൻ്റെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് അതിൻ്റെ നഷ്ടത്തിൻ്റെ വ്യാപ്തി എന്തോരം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വില്ലേജ് ഓഫീസർ മുഖേനയുള്ള ഒരു റിപ്പോർട്ട് താലൂക്കിലേക്ക് കൊടുക്കും. അതിനുശേഷമുള്ള സാഹചര്യം വിലയിരുത്തിയിട്ടായിരിക്കും നഷ്ടപരിഹാരത്തിൻ്റെ വ്യാപ്തി നമ്മൾ കണക്കാക്കുക. ചിറ്റത്തുപറമ്പിൽ ഗോപാലൻ്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. കയ്പമംഗലത്ത് കനത്ത കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങു വീണു. കയ്പമംഗലം 16-ാം വാർഡിൽ ഡോക്ടർ പടി കിഴക്ക് ഇരിങ്ങത്തുരുത്തി സുബ്രഹ്മണ്യന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ഇന്നലെ രാത്രിയിലാണ് തൊട്ടടുത്ത പറമ്പിലെ തെങ്ങ് വീടിന് മുകളിൽ വീണത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. പൊന്നൂക്കര കേശവപ്പടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. കനത്ത മഴയിലാണ് ഗർത്തം രൂപപ്പെട്ടത്. റോഡിന്റെ നടുവിലാണ് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുവഴിയുള്ള യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കുഴി രൂപപ്പെട്ട സ്ഥലം പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, മെമ്പർമാരായ മിനി ഉണ്ണികൃഷ്ണൻ, PS അഖിൽ, അനക രതീഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ അലങ്കാര വൈദ്യുതി വിളക്കുകൾ നിലംപൊത്തി. ആർക്കും പരിക്കില്ല. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലെ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് അലങ്കാര വിളക്കുകൾ ഒരുക്കുന്നത്.
യുവമോർച്ച പ്രവർത്തകർ തൃശൂർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. PSC നിയമനത്തിൽ അഴിമതി നടത്തിയവരെ പുറത്താക്കുക, സ്വതന്ത്ര അന്വേഷണത്തിന് സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. പാറേമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. PSC ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടത്തിയ ധർണ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മനു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. TCV ന്യൂസ്, തൃശൂർ. വികസനത്തിന്റെ പേരിൽ ആരംഭിച്ച ഒല്ലൂർ ടൗൺ റോഡ് നവീകരണ പ്രവൃത്തികൾ മാസങ്ങൾ പിന്നിട്ടിട്ടും എങ്ങുമെത്തിയില്ല. ദുരിതം പേറി യാത്രക്കാരും നാട്ടുകാരും. ഇവിടെ നല്ല റോഡായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്ലാബിനൊക്കെ നല്ല സൗകര്യത്തിൽ കിടന്നിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ സ്ലാബുകളും JCB ഒന്ന് കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയിട്ട് നോക്കണം. ഇപ്പം എൻ്റെ അമ്മ എന്നെ മരിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ആദ്യം ഞാൻ തപ്പിയത് സ്ലാബാണ്. വീട്ടിലെ ബന്ധുക്കളെ അറിയിക്കലല്ല ചെയ്ത്, ആദ്യം സ്ലാബ് അന്വേഷിക്കാൻ പോകേണ്ടത്. ചീരാച്ചിയിൽ നിന്ന് ഒല്ലൂർ പള്ളി ചുറ്റിയുള്ള ടൗൺ റോഡിന്റെ അവസ്ഥയാണിത്. പള്ളിക്ക് സമീപം നിർമ്മിച്ച കൾവർട്ടിൽ വാഹനങ്ങൾ കയറിയിറങ്ങാൻ പാടുപെടുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. അത് പണിതിട്ട് ഏകദേശം 7 കൊല്ലം ആയിട്ടില്ല കലുങ്ക് പണിതിട്ട്. ആ കലുങ്കിനെ പൊളിച്ചിട്ടാണ് വലിയ ആഴത്തിൽ ഇപ്പോൾ കലുങ്ക് പുതിയ പണിത്. അത് ഈ വരുന്ന വെള്ളം ആകെ 50 മീറ്റർ ഇപ്പുറത്തുള്ള വെള്ളം വരാനുള്ളൂ. ഇത്രയും വലിയൊരു കലുങ്ക് അവിടെ പണിത് തന്നെ അതിൻ്റെ ആ വെള്ളം അതിലേക്കുള്ള വെള്ളം വരാനില്ലേ. അന്നേരം അത് കോടിക്കണക്കിന് ചെലവ് ചെയ്ത ആ സാധനം പണിത്. ആ കലുങ്ക് നിർമ്മിച്ചിട്ടുള്ളതിൽ തന്നെ അപാകതകളുണ്ട്. ടാറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 2 മാസത്തോളം ആയി ഇപ്പോൾ അത് വൈകിട്ട് അങ്ങനെ എടുക്കും. അങ്ങിങ്ങായി പൊളിച്ച കാനകൾ പലരുടെയും വഴിയടച്ചു. വാഹനങ്ങൾ ഗേറ്റ് കടക്കാതെയായി. കടന്നവയാകട്ടെ മാസങ്ങളായി പുറത്തും. നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം കാനകൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ടാങ്കുകളായി മാറി. ശക്തമായ മഴയിൽ ഇതിലെ മലിനജലം സമീപ വീടുകളിലേക്കായി ഇരച്ചു കയറുന്ന സ്ഥിതിയും. ഓരോരുത്തർ വീടുകളിലെ വെള്ളം കെട്ടി നിൽക്കണ്. പഴയ വീടുകളുണ്ട് അതിനകത്ത്. ഇവിടെ ഒരു ഡിപ്പുണ്ട്. ആ ഡിപ്പിൽ നിന്നുള്ള വെള്ളം ഏത് വഴിക്കാണ് പോവാന്നുള്ളത് അവരോട് ചോദിച്ചപ്പോൾ ഇതിലേയും പോവും അതിലേയും പോവും. ഡിപ്പിൻ്റെ അവിടെ ഇപ്പുറത്തേക്ക് വന്നിടത്തും വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഈ റോഡ് BMBS ടാറാണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. 8 ഇഞ്ച് ഹൈറ്റ് വരും. ഈ 8 ഇഞ്ച് ഹൈറ്റ് വന്നാൽ ഈ വീടുകളിലേക്ക് ഒക്കെ വെള്ളം കയറും. പകർച്ചവ്യാധി ഭീഷണി വേറെ. പ്രവർത്തികൾ നിയന്ത്രിക്കാനോ നിരീക്ഷിക്കാനോ പോലും ആളില്ലെന്നും ആക്ഷേപം. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഒരു കുളം പോലെയാണ്. പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇവര് അത് ഇപ്പൊ ചെയ്യും എന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും കണ്ടില്ല. മാർച്ചോടെ പൂർത്തീകരണമെന്നതായിരുന്നു MLA ഉൾപ്പെടെയുള്ളവരുടെ പ്രഖ്യാപനം. എല്ലാം പക്ഷേ ജലരേഖയായി. MLA ഫണ്ട് ഉപയോഗിച്ച് ഒക്ടോബറിൽ നിർമ്മാണ ഉദ്ഘാടനം കഴിച്ച് മാർച്ച് 31-നുള്ളിൽ പണി കഴിച്ച് തരും എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ പണി പൂർത്തിയാക്കിയിട്ടില്ല. 8 മാസ കാലയളവാണ് കരാറ് കൊടുത്തിരുന്നത്. ഏകദേശം മെയ്യോടുകൂടി കരാറ് കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ കൃത്യമല്ലാത്ത രീതിയിലും മോശകരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. പല ബുദ്ധിമുട്ടുകളും ഇപ്പം നിരന്തരം ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കൽ റോഡ് പണി കാരണം ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കൂടി ഇതുവഴി വന്നതോടെ തിരക്കേറി. ഈ വഴി എന്ന് പറയുന്നത് വളരെയേറെ സ്ഥലങ്ങളിലേക്ക് കിടക്കുന്ന ഒരു ഷോർട്ട് കട്ട് കൂടിയാണ്. അത് കാരണം അത്രയധികം വാഹനങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ട്. 2 കൾവർട്ടുകളും വളരെ അപകടകരം. അവിടെ ഭയങ്കര ബ്ലോക്ക് ആയില്ലേ. അപ്പോൾ എല്ലാവരും ഇവിടെ അണ്ടർ പാസ് ചെയ്യാറുണ്ട്. എല്ലാവരും യാത്ര അതായത് പെരിഞ്ചേരി പൂച്ചിനിപ്പണം സൈഡിലേക്കുള്ള മൊത്തം ആൾക്കാർ ഇതിലേ പോണേ. അപ്പോൾ ഭയങ്കര ക്രൗഡായി. 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ്സിന് പോകുന്ന കുട്ടികൾ, അതുമാതിരി ട്യൂഷന് പോകുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ വീഴാണ്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇവ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. പരിഹാരം പ്രവൃത്തി പൂർത്തീകരണം മാത്രമാണ്. അതുവരെ ഒരു തെരഞ്ഞെടുപ്പ് കാല പ്രവൃത്തിയെ ശപിച്ച് നട്ടം തിരിയുകയാണ് ജനം. ഒരു കുഴപ്പവുമില്ലായിരുന്ന ഒരു റോഡ് കുത്തിപ്പൊളിച്ച് നാട്ടുകാർക്ക് എപ്രകാരം ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒല്ലൂർ ടൗൺ റോഡ്. ഇതിൻ്റെ അവസ്ഥയ്ക്ക് കാരണമായത് അധികൃതരുടെ അനാസ്ഥയാണ്. ഇനിയെങ്കിലും അതിന് പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ആഷിഖ് വെല്ലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ഇറച്ചിക്കും മുട്ടയ്ക്കും വില കൂടിയതിനു പിന്നാലെ പച്ചക്കറികൾക്കും വില വർദ്ധിച്ചത് ജനത്തിന് ഇരുട്ടടിയായി. മഴ മൂലം പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതാണ് വിലവർദ്ധനവിന് കാരണം.
കേരളത്തിലേക്ക് ഈ സീസണിൽ പച്ചക്കറികൾ കൂടുതലായി എത്തുന്നത് കർണാടകത്തിൽ നിന്നാണ്. അവിടെ മഴ കുറഞ്ഞതോടെ പച്ചക്കറി വരവ് കുറഞ്ഞു. ഇതാണ് വില വർദ്ധിക്കാൻ കാരണം. ബീൻസ്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ് എന്നിവയ്ക്കാണ് വലിയ തോതിൽ വില വർദ്ധിച്ചത്. 40 രൂപയുണ്ടായിരുന്ന ബീൻസിന് ശക്തൻ മാർക്കറ്റിൽ 80 രൂപയായി. ഇഞ്ചി 220, വെളുത്തുള്ളി 220 മുതൽ 240 വരെ, പയർ 60, ക്യാരറ്റ് 65 മുതൽ 70 വരെ, വെണ്ടയ്ക്ക 50, ബീട്രൂട്ട് 50, വഴുതനങ്ങ 40, പാവയ്ക്ക 40 എന്നിങ്ങനെയാണ് വില. ചെറിയ ഉള്ളിക്ക് 80 കടന്നു. സബോളയ്ക്ക് 40 രൂപയായി. ക്യാബേജ് 45 മുതൽ 50 രൂപ വരെ വിലയുണ്ട്. മുരിങ്ങയ്ക്ക വില 120 രൂപയായി. വില വർധനയോടൊപ്പം ബീൻസ് കിട്ടാനുമില്ലാത്ത സ്ഥിതിയുണ്ട്. ഇനിയും വില വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് ശക്തൻ മാർക്കറ്റിലെ വ്യാപാരിയായ റിജോ പറയുന്നു. പച്ചക്കറി മൊത്തത്തിൽ ഇപ്പോൾ വരവ് കുറവാണ്. ഇപ്പൊ ശരിക്കും നമുക്ക് വരുന്നത് ഇപ്പോൾ മൈസൂര് മാത്രമാണ് കൂടുതൽ വരുന്നത്. സത്ര മാർക്കറ്റ്, പിന്നെ അങ്ങനെ പൊള്ളാച്ചി, അവിടെ നിന്നൊക്കെ ഇത്തിരി കുറവ് വരണേ. ഇപ്പൊ പിന്നെ മഴയുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം, പല മാർക്കറ്റിൽ നല്ല ചരക്ക് കിട്ടാനില്ല. ഇപ്പൊ ഉള്ളിക്ക് വില കയറുന്നുണ്ട്. മഴയുടെ മെയിൻ ആയിട്ട് ബേസ് ചെയ്യുമ്പോൾ ഉള്ളിയുടെ വില വ്യത്യാസം വരാം, ഇനിയും വരാം. ഇഞ്ചി ഇപ്പൊ മഴ തന്നെ പറിക്കാനായിട്ട് പറ്റുന്നില്ല, ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഇനി പുതിയത് വരണമെങ്കിൽ ഏളാന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചിയിൽ തന്നെ സെക്കൻഡ് ടൈപ്പ് ഉണ്ട് പുതിയത് വരണത്. അത് വന്നാലേ സ്വപ്പം ഇത് വില കുറയുള്ളൂ. പിന്നെ നാടൻ ചരക്കെന്ന് പറയാൻ അധികം വരുന്നില്ല. നമ്മുടെ അവിടെ നിന്ന് വരുന്ന ചരക്കുകളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് തന്നെ വന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും വില വ്യത്യാസം വരണമെങ്കിൽ. അതിന് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ചരക്ക് വരണത് മൈസൂര്, തമിഴ്നാട്, അവിടെ നിന്ന് തന്നെ കൂടുതൽ ചരക്കുകൾ വരണത്. പ്രാദേശിക തലത്തിൽ നിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞത്, കാലാവസ്ഥാ വ്യതിയാനം, ഇന്ധന വില വർധന ഇതെല്ലാം വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. TCV തൃശൂർ. പെരുമ്പിലാവിൽ അച്ഛൻ ജ്യൂസിൽ എലിവശം നൽകിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന മകൾ മരിച്ചു. 7 വയസ്സുകാരി ഋതികയാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നു പുലർച്ചെയായിരുന്നു മരണം. ചികിത്സയിലുള്ള സഹോദരൻ ഋതിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ജൂലൈ 5-നായിരുന്നു ക്രൂരകൃത്യം നടന്നത്. പെരുമ്പിലാവ് ആനക്കല്ലിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മുത്തുവാണ് മക്കൾക്ക് എലിവശം നൽകിയത്. സഹോദരിയുടെ വീട്ടിൽ വെച്ച് കുട്ടികൾക്ക് നൽകിയ ജ്യൂസിൽ ഇയാൾ വിഷം കലർത്തുകയായിരുന്നു. കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം മുത്തുവും ജീവൻ ഒടുക്കാൻ ശ്രമിച്ചിരുന്നു. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു. മുത്തു പോലീസിനെ വെട്ടിച്ച് കടന്നുകളയുകയും പോലീസ് ഇയാളെ പിന്നീട് പിടികൂടുകയും ചെയ്തിരുന്നു. പ്രതി നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. ഭാര്യ പിണങ്ങിപ്പോയ വിഷമത്തിൽ കുട്ടികൾക്ക് വിഷം നൽകിയെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. വേതന വർധനവ് ആവശ്യപ്പെട്ട് അമല ആശുപത്രിയിലെ നഴ്സുമാർ നടത്തിവന്നിരുന്ന സമരം ഒത്തുതീർപ്പായെങ്കിലും ജൂബിലി ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം തുടരുന്നു. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടാണ് UNAയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 മാസത്തിലേറെയായി നഴ്സുമാർ സമരം നടത്തിവരുന്നത്. ജൂബിലി മിഷൻ ആശുപത്രിയിലെ 300-ൽ പരം നഴ്സുമാരാണ് ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തുന്നത്. മന്ത്രിതലത്തിൽ നടന്ന ചർച്ചയ്ക്ക് പുറമെ ലേബർ ഓഫീസർ നിരവധി തവണ സമരക്കാരും മാനേജ്മെന്റുമായും ചർച്ച നടത്തിയെങ്കിലും ഇനിയും സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ജൂബിലി മിഷൻ ആശുപത്രിയിലെ സമരം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നതായി ആശുപത്രി ഡയറക്ടർ ഫാദർ റെനി മുണ്ടൻ കുര്യൻ പറഞ്ഞു. അമല മെഡിക്കൽ കോളേജിൽ 3 മാസത്തിലേറെയായി നടക്കുന്ന സമരത്തിൽ നിന്ന് അമലയിലെ UNA സംഘടന പിൻവാങ്ങിയതായി അറിയുന്നു. വളരെ സന്തോഷം. അമല മാനേജ്മെന്റ് അമല ആശുപത്രിയെ 800 ബെഡിന് മുകളിലുള്ള കാറ്റഗറിയിലേക്ക് ഉയർത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2026 ഏപ്രിൽ 1 മുതൽ അതിന് അനുയോജ്യമായ അതിനനുസരിച്ച സാലറി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അംഗീകരിച്ച് ഇപ്പോൾ UNA സമരത്തിന് പിൻവാങ്ങിയതായി അറിയുന്നു. സന്തോഷം. അമല മെഡിക്കൽ കോളേജിൽ 2026 ഏപ്രിൽ 1 മുതൽ നൽകുന്ന ഈ സാലറി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ 2017 ഒക്ടോബർ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ 2023 സീനിയോറിറ്റി അനുസരിച്ച് 8,000 രൂപയോളം ഇൻ്ററിം റിലീഫും ഇടക്കാല ആശ്വാസവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉയരുന്ന ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരേ സ്കെയിലിൽ ശമ്പളം നൽകുന്ന അമലയിൽ സമരം പിൻവലിക്കുകയും അതേ സാലറി നൽകുന്ന ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ സമരം തുടരുകയും ചെയ്യുന്നതിലെ സാങ്കേതികത്വം, വൈരുദ്ധ്യാത്മകത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതിനു പിന്നിൽ മറ്റു ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നു.
ദേശീയപാത ചുവന്ന മണ്ണ് കാറിടിച്ച് കാൽനട യാത്രിക മരിച്ചു. പൂവഞ്ചിറ സ്വദേശി ചിറക്കാത്തോട്ടം ജേക്കബിന്റെ ഭാര്യ 76 വയസ്സുള്ള ജോയ്സിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരി കുഞ്ഞമ്മയെ പരിക്കുകളോടെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള കലാമണ്ഡലത്തിൽ നാളെ നടത്താനിരിക്കുന്ന താൽക്കാലിക അധ്യാപകർക്കായുള്ള ഇന്റർവ്യൂ മാറ്റിവെക്കണമെന്ന് കോൺഗ്രസ്. ഇത് സംബന്ധിച്ച് വിസിക്ക് കത്ത് നൽകി. വിസിയെ കാണാൻ കലാമണ്ഡലത്തിലെത്തിയ കോൺഗ്രസുകാരെ തടഞ്ഞത് തർക്കത്തിനിടയാക്കി. പുതിയ ഭരണസമിതി വരുന്നതിനു മുമ്പ് CPM-കാരെ തിരികെ കയറ്റാൻ ശ്രമം എന്ന ആരോപണം. പുതിയ സെമസ്റ്ററിൽ ഉണ്ടാകുന്ന സ്വാഭാവിക നിയമനങ്ങൾ മാത്രമെന്ന് വിസി പ്രതികരിച്ചു. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിരവധി ഇൻ്റർവ്യൂകൾ വെക്കുകയും ആളുകളെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയതായി വിമല അധ്യാപകരുടെ ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി കലാമണ്ഡലം നിശ്ചയിച്ചു എന്നുള്ള അറിയിപ്പ് കിട്ടിയ രേഖാമൂലം രജിസ്ട്രാറുടെ കത്തും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിസിയെ കാണാൻ എത്തിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല, സർക്കാരിന് അറിവില്ല. ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാം എങ്കിൽ കൂടിയും ആ തീരുമാനങ്ങളൊക്കെ കുറച്ചുകൂടി ജനകീയമാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കലാമണ്ഡലത്തിൻ്റെ നാശോത്മകമായ പ്രവർത്തനം നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നമസ്കാരം. നാളെ 2-3 വിഷയത്തിലുണ്ട്, കലാവിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇൻ്റർവ്യൂ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞവർ. കാരണം നമുക്കിപ്പോൾ ഇവിടെ കലാവിഷയങ്ങൾ പഠിപ്പിക്കാൻ അധ്യാപകരില്ല. അങ്ങനെ അധ്യാപകരില്ലാത്ത വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ വെച്ചിരിക്കുന്നത്. കാരണം ക്ലാസ്സുകൾ പലതും നടക്കുന്നില്ല, കുട്ടികൾ വളരെ പ്രതിഷേധത്തിലാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ ടീച്ചേഴ്സ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൂട്ടിയിടേണ്ടി വരും. നാളെ നടത്താൻ പോകുന്ന ഇന്റർവ്യൂ നിങ്ങൾ മാറ്റി വെച്ചേ പറ്റൂ. ഇവിടെ സാംസ്കാരിക വകുപ്പിന്റെ ലെറ്റർ ഇല്ലാതെ, അനുമതിയില്ലാതെ സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് തീരുമാനത്തിൽ കൂടുതൽ വിവരങ്ങളുമായി സുജിൽ ചേരുന്നു. സുജിൽ, കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം ശരിയുണ്ട്? അതുപോലെ തന്നെ അധ്യാപകരില്ല എന്നത് വലിയൊരു ആശങ്ക ഉളവാക്കുന്നില്ലേ? സൂര്യ, കേരള കലാമണ്ഡലത്തിലേക്ക് നാളെ നടക്കാനിരിക്കുന്ന താൽക്കാലിക അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി കലാമണ്ഡലത്തിലെത്തിയത്. ഇവർ വൈസ് ചാൻസലറെ കണ്ട് കാര്യങ്ങൾ ഉന്നയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധവുമായി ഇവരെത്തിയത്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതി ബന്ധു നിയമനവും അതുപോലെ തന്നെ സ്വപാർട്ടിയിലുള്ളവരെ തിരികെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു നിയമന ഉത്തരവ് വന്നിരിക്കുന്നത് എന്നതിനാലാണ് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതലും പ്രതിഷേധവുമായി കലാമണ്ഡലത്തിലേക്ക് എത്തിയത്. എന്നാൽ നിരവധി പ്രവർത്തകരുമായി കലാമണ്ഡലത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഓഫീസിന് മുന്നിൽ വെച്ച് തടയുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ പോലീസും അതുപോലെ തന്നെ പ്രവർത്തകരും തമ്മിൽ ചെറിയ തർക്കവും അതുപോലെ തന്നെ വാക്കേറ്റവും അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഉടനെ തന്നെ പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും പങ്കെടുത്തുകൊണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് പ്രതിഷേധം ഒഴിവാക്കുകയും ചെയ്തു. തുടർന്ന് പ്രധാനപ്പെട്ടവരെ വൈസ് ചാൻസലറെ കാണുന്നതിന് അനുമതി നൽകുകയും ചെയ്തേ തുടർന്ന് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ വൈസ് ചാൻസലറെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. സാംസ്കാരിക വകുപ്പിന്റെ ഉത്തരവില്ലാതെയാണ് ഇത്തരത്തിൽ ഒരു നിയമനം നടത്തുന്നത് എന്നാണ് പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് സാംസ്കാരിക വകുപ്പിന്റെ ഉത്തരവ് കയ്യിൽ കിട്ടാതെ നാളെ നടക്കാനിരിക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂ നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. വളരെയധികം പ്രവർത്തകർ വിസിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ ഉച്ച വയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വിസിയുമായുള്ള സംസാരത്തിൽ ഹലോ, കേൾക്കാമോ? സുജിൽ പറഞ്ഞോളൂ, കേൾക്കാം.
കോൺഗ്രസ് പ്രവർത്തകർ വിസിയുമായി ചർച്ച നടത്തുകയും തുടർന്ന് നാളെ നടക്കാനിരിക്കുന്ന ഇന്റർവ്യൂ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും കലാമണ്ഡലം വൈസ് ചാൻസലർ സമരക്കാരോട് പ്രതിഷേധക്കാരോട് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇവരുമായി ചർച്ച നടത്തിയതിനു ശേഷം വിവരങ്ങൾ എന്താണെന്ന് പ്രവർത്തകരെ അറിയിക്കാമെന്നുമാണ് വൈസ് ചാൻസലർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അധ്യയനം തുടങ്ങി ഇത്രയും സമയമായിട്ടും കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ക്ലാസ് എടുക്കുന്നതിന് അധ്യാപകരില്ല എന്നതാണ് കലാമണ്ഡലം അധികൃതർക്ക് പെട്ടെന്ന് ഇത്തരത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനാവശ്യമായ ഒരു നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത് എന്നാണ് VC വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഉത്തരവിനനുസരിച്ചും അതുപോലെ മന്ത്രിയുമായി ബന്ധപ്പെട്ട ഉത്തരവ് ലഭിക്കുന്നതിനനുസരിച്ച് തന്നെ നാളെ നടക്കാനുള്ള ഇന്റർവ്യൂമായി മുന്നോട്ട് പോകുമെന്നാണ് വൈസ് ചാൻസലർ പറഞ്ഞിരിക്കുന്നത്. സുജിൽ, അത്തരത്തിൽ ഇന്റർവ്യൂ ആയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും സംഘർഷത്തിലേക്ക് കലാശിക്കില്ലേ? വളരെയധികം ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അവർ പോയിരിക്കുന്നത്. നാളെ നടക്കാനിരിക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ കൂടുതൽ പ്രതിഷേധവുമായി സമരക്കാരായി കൂടുതൽ പ്രവർത്തകരുമായി കലാമണ്ഡലത്തിലേക്ക് എത്തുമെന്നും അതുപോലെ തന്നെ എന്ത് വില കൊടുത്തും നാളെ നടക്കാനിരിക്കുന്ന ഇന്റർവ്യൂ തടയും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ശരി സുജിൽ, വിവരങ്ങൾ നൽകിയതിന്. മണ്ണിടിച്ചിലുണ്ടായ വയനാട്ടിലെ കള്ളാടിയിൽ തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. തിരച്ചിലിനായി കെടാവർ നായ്ക്കളും രംഗത്തുണ്ട്. 4 സോണുകളിലായി തിരിച്ചാണ് ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. സ്പോട്ട് ലൊക്കേഷൻ ക്യാമറകളും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. മണ്ണിനടിയിൽ ചലനങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി കണ്ടെത്താൻ ഇത് സഹായിക്കും. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇന്നലെ കണ്ടെത്തിയ 3 മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മധ്യപ്രദേശ് സ്വദേശിയായ ചന്ദ്രബാൻ, ബീഹാർ സ്വദേശിയായ വികാസ് കുമാർ, ജാർഖണ്ഡ് സ്വദേശിയായ അൻമോൾ എന്നിവരാണ് മരിച്ചത്. വിക്രം, രാഹുൽ, മുഹമ്മദ്, ഇമ്രാൻ, രാകേഷ്, അസറുദ്ദീൻ, അൻസാരി എന്നിവരെയാണ് കാണാതായത്. ഇടവേള. French Dairy Pistachio Kunafa Bar. വാർത്തയിലേക്ക്. വയനാട് തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചു. സാങ്കേതിക നിയമ പരിശോധന നടത്തും. പാരിസ്ഥിതിക അനുമതി ലഭിച്ച വേളയിൽ കേന്ദ്രം നൽകിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും കരാറ് കമ്പനി പാലിച്ചോ എന്ന് പരിശോധിക്കും. ഈ 2 അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കൂ എന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വയനാട് തുരങ്ക നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിൽ അലംഭാവം ഉണ്ടായെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അലംഭാവം ആരുടെ ഭാഗത്തു നിന്ന് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. നിർമ്മാണം നടത്തുന്ന കമ്പനി രാജ്യത്തെ മികച്ച സ്ഥാപനമാണ്. സ്കിൽഡ് ലേബേഴ്സിനെയാണോ ഉപയോഗിച്ചതെന്നറിയില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയിൽ നിലവിലെ സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വികസന കാര്യത്തിലെ രാഷ്ട്രീയ അതിപ്രസരം ജനങ്ങളുടെ ജീവിതത്തിനാണ് ദോഷം വരുത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വികസനത്തിന് തടസ്സം നിൽക്കുന്ന രാഷ്ട്രീയം ഒടുങ്ങണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് ട്രെയിനിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ശക്തൻ മാർക്കറ്റിനായുള്ള 840 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ ഇതുവരെ കോർപ്പറേഷൻ തന്നിട്ടില്ല. തൃശൂരിൽ 148 കോടിയുടെ ഫ്ലവർ ഫ്രൂട്ട്സ് മാർക്കറ്റ് സജീവ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും തുല്യത വേണമെന്ന് പറയുമ്പോഴും തുല്യത നമ്മുടെ മതേതരത്വത്തിൽ ഉണ്ടോ എന്നും ഒരു തരത്തിലുള്ള പ്രീണനവും ജനാധിപത്യ രാജ്യത്തിന് യോജിച്ചതല്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP രാധാകൃഷ്ണൻ, മുംബൈ ഭവൻ ശിക്ഷൻ ഭാരതി ഡയറക്ടർ പോളി മേനാച്ചേരി, ഭാരതീയ വിദ്യാഭവൻ ട്രെയിനിംഗ് ഡയറക്ടർ ഡോക്ടർ അരുണിമ മഞ്ജുദാർ, E രാമൻകുട്ടി, ഡോക്ടർ P ഇന്ദിരാദേവി തുടങ്ങിയവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്താനുള്ള ശ്രമം ഊർജിതമാക്കുമെന്ന് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. MP ഫണ്ടിൽ നിന്നും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ടെന്നും MP പറഞ്ഞു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TB സജീവൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ VM ജോണി, ഗീതാ റാണി, പ്രജീഷ് ചള്ളിയിൽ, പ്രിൻസി മാർട്ടിൻ, DMO ഡോക്ടർ TP ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ഓണം ബമ്പർ സമ്മാനഘടന പുതുക്കി നിശ്ചയിച്ചു. ഒന്നാം സമ്മാനത്തിന് നിലവിലുള്ള 25 കോടി രൂപയ്ക്ക് പകരം 30 കോടിയായി തുക ഉയർത്തി. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക് നൽകും. 50 ലക്ഷമായിരുന്നു മൂന്നാം സമ്മാനം, 25 ലക്ഷമാക്കി കുറച്ചു. 20 പേർക്ക് 25 ലക്ഷം രൂപ വീതം ലഭിക്കും. ടിക്കറ്റ് വില 500 രൂപയായി തുടരും. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17-ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും സ്വിറ്റ്സർലാൻഡും ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തിനെ തോൽപ്പിച്ചപ്പോൾ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. കൊളംബിയയും സ്വിറ്റ്സർലൻഡും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കളത്തിൽ കണ്ടത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീംസും സാഞ്ചസിന്റെ പെനാൽറ്റി കിക്ക് ബാറിലിടിച്ച് തെറിച്ചതും കുച്ചോ ഹെർണാണ്ടസിന്റെ ശ്രമം സ്വിസ് ഗോൾ കീപ്പർ ഗ്രെഗർ കോബൽ തടുത്തിട്ടതുമാണ് കൊളംബിയയ്ക്ക് തിരിച്ചടിയായത്. ഒടുവിൽ റൂബൻ വർഗാസ് ലക്ഷ്യം കണ്ടതോടെ സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചു. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെ 2-3 ഗോളുകൾക്കാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തകർത്തത്. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷമായിരുന്നു അർജന്റീനയുടെ തിരിച്ചുവരവ്. യാസർ ഇബ്രാഹിമിന്റെയും സീക്കോയുടെയും ഗോളുകളിൽ മുന്നിലെത്തിയ ഈജിപ്തിന്റെ പ്രതിരോധക്കോട്ട ഭേദിച്ച് 70-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റൊമേരോ ആദ്യം തിരിച്ചടിച്ചു. അതിനു മുൻപ് 21-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലയണൽ മെസ്സി പാഴാക്കുകയും ചെയ്തു. മാർട്ടിനസിന്റെ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. സ്പോർട്സ് ഡെസ്ക് TCV. ബ്രസീലും പോർച്ചുഗലും ലോകകപ്പിൽ നിന്ന് പുറത്തായതിന്റെ നിരാശയിൽ ചെറുകിട കച്ചവടക്കാർ. ജേഴ്സി, കൊടി, ഫ്ലക്സ്, ചിത്രങ്ങൾ തുടങ്ങിയ ലോകകപ്പ് അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. വെറും 2 ദിവസം കൊണ്ടാണ് സജീവമായിരുന്ന വിപണിക്ക് മങ്ങലേറ്റത്. സാധാരണയായി ലോകകപ്പ് മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ആവശ്യക്കാരുണ്ടാകാറുണ്ട്. ടീമുകൾ മുന്നേറുന്നതിനനുസരിച്ച് വിൽപ്പന വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ നിരവധി ചെറുകിട വ്യാപാരികളും അച്ചടിശാലകളും മുൻകൂട്ടി വലിയ തോതിൽ സ്റ്റോക്ക് എടുത്തിരുന്നു. എന്നാൽ ബ്രസീൽ, പോർച്ചുഗൽ ടീമുകൾ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതോടെ ആരാധകർ അനുബന്ധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് പൂർണ്ണമായി പിന്മാറി. അതേസമയം ക്വാർട്ടറിലേക്ക് പ്രവേശിച്ച അർജന്റീന, സ്പെയിൻ, ബെൽജിയം, നോർവേ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ ടീമുകളുടെ കൊടിയും ജേഴ്സിയും അന്വേഷിച്ച് പുതിയ ആരാധകർ എത്തി തുടങ്ങിയിട്ടുണ്ട്. TCV കുന്നംകുളം. പറപ്പൂക്കര പഞ്ചായത്തിൽ പൊലിമ പുതുക്കാട് പദ്ധതിയുടെ 10ാം ഘട്ടത്തിന്റെ ഭാഗമായി പച്ചക്കറി തൈ വിതരണം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. രാജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PD നെൽസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് LDF ബഹിഷ്കരിച്ചു. ചടങ്ങ് കോൺഗ്രസ് പരിപാടിയാണെന്നാരോപിച്ചാണ് LDF ജനപ്രതിനിധികൾ വിട്ടുനിന്നത്. സാമാന്യ മര്യാദ പോലും ലംഘിച്ച് പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളെ മുഴുവൻ തിരികെ കയറ്റുകയായിരുന്നുവെന്ന് LDF നേതാക്കളായ VR സുനിൽകുമാർ, മുസ്താഖ് അലി എന്നിവർ ആരോപിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് വായനാ പക്ഷാചരണ പരിപാടികൾ സമാപിച്ചു. എടത്തുരുത്തി KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കേരള ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, TK ചന്ദ്രബാബു, PN ദേവി പ്രസാദ്, NS ജയൻ, TN അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സന്നദ്ധ സംഘടനാ അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. തെരുവുനായ്ക്കളുടെ വാക്സിനേഷൻ കാര്യക്ഷമമാക്കുന്നതിനും പഞ്ചായത്ത് തലത്തിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സാൻഡ്രോ നന്ദിപുലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ ലില്ലി ബേബി, സുഹറ മജീദ്, KS ജിഷാദ് എന്നിവർ സംസാരിച്ചു.
തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ വായനാ പക്ഷാചരണം സമാപിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ലില്ലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റിലെ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഹാരിഫ് ഫാബി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരനും മുൻ കലാമണ്ഡലം സെക്രട്ടറിയുമായിരുന്ന NR ഗ്രാമപ്രകാശ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K രാമചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി TM റോയ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രിനില ഗിരീഷൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ R ബാലകൃഷ്ണൻ, സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറി, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ KV ഇന്ദുലാൽ, PS ജയൻ, KC ശിവരാമൻ, MR സോമനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് മാടകത്തറ യൂണിറ്റ് കൺവെൻഷനും പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് KV ബാബു പതാക ഉയർത്തി. ബ്ലോക്ക് പ്രസിഡന്റ് K ഗോപിനാഥ് മേനോൻ, സെക്രട്ടറി CC രാമകൃഷ്ണൻ, രവീന്ദ്രൻ പനയത്ത്, KA ശിവരാമൻ, PM രമേശ് ചന്ദ്രൻ, MD രവീന്ദ്രൻ, മീനാക്ഷി അമ്മ എന്നിവർ സംസാരിച്ചു. SSF തൃശൂർ ജില്ലാ സാഹിത്യോത്സവ് ഈ മാസം 9 ചാവക്കാട് മണത്തലയിൽ നടക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ 1500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ആത്മീയ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം IMK ഫൈസി ഉദ്ഘാടനം ചെയ്യും. SSF ജില്ലാ ജനറൽ സെക്രട്ടറി KM മുഹമ്മദ് അനസ്, SSF ഫിനാൻസ് സെക്രട്ടറി RS അബു താഹിർ, PH അനാസിർ, മുഹസിൻ റബ്ബാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാമായണ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഈ മാസം 26 ഹനുമാൻ പൂജ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ ശ്രീ ശങ്കരാം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൂജയ്ക്ക് ആലുവ ശ്രീ ഹനുമാൻ ക്ഷേത്രത്തിലെ താന്ത്രികാചാര്യന്മാർ നേതൃത്വം നൽകും. സമർപ്പണ മാതൃസമിതി ഭാരവാഹികളായ ഭാഗീരഥി ചന്ദ്രൻ, C സത്യലക്ഷ്മി, സീന ജയചന്ദ്രൻ, രമാദേവി, അഡ്വക്കേറ്റ് ശ്രീലത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,245 രൂപ, പവന് 1,05,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. തൃശൂർ കുറ്റൂരിൽ മിന്നൽ ചുഴലി, വീടിന്റെ ട്രസ് പറന്നുപോയി. കയ്പമംഗലത്ത് വീടിന് മുകളിൽ തെങ്ങു വീണു. പൊന്നൂക്കര കേശവപ്പടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. പാളയൂർ തീർത്ഥകേന്ദ്രത്തിലെ അലങ്കാര വൈദ്യുതി വിളക്കുകൾ നിലംപൊത്തി. തൃശൂർ PSC ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വികസനത്തിന്റെ പേരിൽ ആരംഭിച്ച ഒല്ലൂർ ടൗൺ റോഡ് നവീകരണ പ്രവൃത്തികൾ മാസങ്ങൾ പിന്നിട്ടിട്ടും എങ്ങും എത്തിയില്ല. ദുരിതത്തിലായി യാത്രക്കാരും നാട്ടുകാരും. ഇറച്ചിക്കും മുട്ടയ്ക്കും വില കൂടിയതിന് പിന്നാലെ പച്ചക്കറികൾക്കും വില വർദ്ധിച്ചത് ജനത്തിന് ഇരുട്ടടിയായി. വിലവർദ്ധനവിന് കാരണം പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.